എൻ്റെ പേര് റോസ്മി ജോസഫ്. ഞങ്ങൾ അബുദാബിയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ 2018 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷമായി. ഇപ്പോൾ കുട്ടികൾക്ക് 3 വയസ്സായി. കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 വർഷമായിട്ട് കുട്ടികളുണ്ടാതിരുന്ന സമയത്ത് നമ്മൾ 2018 ഇവിടെ വന്നിട്ട് ജനുവരി മാസത്തിൽ ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ കുട്ടികളുണ്ടാകാൻ വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 2018 ജനുവരിയിലാണ് ഉടമ്പടി എടുത്തത്. അതിൻ്റെ ഫലമായി തൊട്ടടുത്ത മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് മാസമായപ്പോൾ ഇങ്ങനെ ഈ 2 ആൺകുട്ടികളുണ്ടായി. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചു. പക്ഷേ പ്രഗ്നൻസിയിലുടനീളം എനിക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഫുൾ ടൈം ബെഡ് റെസ്റ്റും കൂടാതെ എൻ്റെ പ്ലാസൻ്റ താഴ്ന്നിരുന്നതിനാൽ ഒത്തിരി വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് മുഴുവൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി യാതൊരു പ്രശ്നങ്ങളും കൂടാതെ ഡെലിവറി നടന്നു. എന്നാൽ തുടർന്ന് 1 മാസത്തോളം കുട്ടികൾ NICUവിലായിരുന്നു. എന്നിരുന്നാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ കുട്ടികൾക്കും ഒരു പ്രശ്നവും കൂടാതെ തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് കുട്ടികളെ കയ്യിൽ കിട്ടി. പിന്നീട് ഞങ്ങൾ അബുദാബിക്ക് തിരിച്ചു പോയി. പിന്നെ കുട്ടികൾക്ക് 1.5 വയസ്സുള്ള സമയത്ത് നമ്മളിവിടെ കൃപാസനത്തിലെത്തി സാക്ഷ്യം പറയാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും നമുക്കത് സാധിച്ചില്ല. അങ്ങനെ പിന്നീട് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ വീണ്ടും അബുദാബിക്ക് തിരിച്ചു പോയി. ആ സമയത്ത് ഒരു കുട്ടിക്ക്, അതായത് ഇവൻ്റെ പേര് എബ്രിഡ് എന്നാണ്, അവന് വയ്യാണ്ടായി പെട്ടെന്ന്. അങ്ങനെ കുട്ടി അങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ കരയുവാൻ തുടങ്ങി. നിർത്താതെയുള്ള കരച്ചിലായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അവിടെ ചെന്നിട്ടാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും, ബ്ലഡും, എക്സ്റേ, സ്കാൻ, പിന്നെ ബ്രെയിനിൻ്റെ EG എല്ലാം എടുത്തു നോക്കിയെങ്കിലും നമ്മൾ ആ സമയത്തൊക്കെ മാതാവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ടെസ്റ്റുകളും വളരെ നോർമലായിരുന്നു. പക്ഷേ നമുക്ക് കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ മാതാവിനോട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞു. ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റിയില്ല. ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും ഞങ്ങൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് വന്ന് പോയതേ ഉള്ളൂ. വീണ്ടും വന്നു സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമായിട്ട്. അങ്ങനെ ഇപ്പോൾ നോക്കിയപ്പോൾ റിസൾട്ട്സ് എല്ലാം നോർമലാണ്. അങ്ങനെ മാതാവിൽ നിന്ന് ഈശോ വഴി ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. തുടർന്നും ഞങ്ങളുടെ ജീവിതത്തിൽ, കുട്ടികളുടെ ജീവിതത്തിലും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മറ്റൊരു അനുഗ്രഹം കൂടി പറയാനുണ്ട്. 2019 നമ്മൾ ഹസ്ബൻഡിന് അബുദാബിയിൽ ഒരു ജോലി പെട്ടെന്ന് നഷ്ടമായി. ആ സമയത്ത് നമ്മൾ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അങ്ങനെ തൊട്ടടുത്ത മാസം തന്നെ നമുക്ക് പുതിയ ജോലിയിൽ കയറുവാനും സാധിച്ചു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുകയാണ്.